നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു അക്കൗണ്ടൻസി ട്യൂഷന് പോകാറുള്ളത്. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നതിന് മുന്നേ നമ്മൾ ഒരു ദിവസം ജസ്റ്റ് ആര്യയുടെ വീട്ടിൽ പോയി എന്തോ പ്രോജക്റ്റ് എന്തോ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നേരെ ട്യൂഷനിൽ പോകാനായിരുന്നു പ്ലാൻ. സോ ആ ഒരു ഇടയ്ക്ക് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഓജോ ബോർഡ് കളിക്കുമായിരുന്നു. ഓക്കെ, ഒരു ഫണ്ണിന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി തന്നെ ഗൂഗിൾ ഇമേജസ് നിന്ന് ഓജോ ബോർഡിൻ്റെ ഒരു റിയൽ പേപ്പറിൻ്റെ പ്രിൻ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു. ആൻഡ് നമ്മൾ ക്ലാസ്സിൽ കളിച്ചിട്ടുണ്ട്, ഏതോന്നും വന്നല്ലോ കേട്ടോ. സോ ദിസ് പേപ്പർ ആരതിയുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇനി ക്ലാസ്സിൽ ഒത്തിരി കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണെങ്കിലും പ്രേതം വരാതെ നമുക്ക് തൻ്റെ വീട്ടിൽ ചെയ്ത് നോക്കാം. അന്ന് ആരതിയുടെ വീട്ടിൽ ആരുമില്ല, ജസ്റ്റ് ദ 3 of us. അങ്ങനെ നമ്മൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര ധൈര്യമൊക്കെ കാണിച്ചു കേട്ടോ. ഒരു റൂമിൽ പോയിരുന്നിട്ട് ക്യാൻഡിലൊക്കെ കത്തിച്ചു, കോയിനൊക്കെ എടുത്ത് വെച്ചിട്ട് ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്നൊക്കെ ഈ സിനിമയിലൊക്കെ കാണുന്നല്ലേ. ഇറ്റ്സ് നോട്ട് ആക്ച്വലി ഫൺ. ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ വെച്ച് അടിക്കാനാണ് തോന്നുന്നത്. ലൈക്ക് വൈ ഡിഡ് യു ഡൂ ദാറ്റ്? അതിനെക്കുറിച്ച് ഒരു വിവരം ഇല്ലാതെയാണ് ചെയ്തത്. പക്ഷെ അപ്പോൾ ഒരു ഫണ്ണിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് വി ഡിഡ്. പേടിക്കണ്ട, പ്രേതമൊന്നും വന്നില്ല കേട്ടോ. നമ്മളൊന്നും വരുന്നില്ലല്ലോ പോവാമെന്ന് പറഞ്ഞ് ആ മുറീൻ്റെ പുറത്ത് ഇറങ്ങിയതും കറണ്ട് പോയി. ചെറുതായിട്ട് പേടിച്ചോ എന്ന് ചോദിച്ചാൽ പേടിച്ചു. 3 പേരും അത്രയും നേരം ഭയങ്കര ധൈര്യം കാണിക്കുന്നത്, പ്രത്യേകിച്ച് ഞാൻ. നമ്മൾ പേടിച്ചു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ റൂമിൽ തിരിച്ച് കയറി നമ്മളിങ്ങനെ എന്താ കറണ്ട് അല്ലാതെ പോയതേക്കും ഹോളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. റൂമിൽ നിന്ന് വെളിയിറങ്ങിയപ്പോൾ പിന്നെയും കറണ്ട് പോയി. പിന്നെ ആ റൂമിൽ നമ്മൾ തിരിച്ച് കയറാൻ തീരുമാനിച്ചില്ല. അവിടെ നിന്ന് ഇറങ്ങി ഹാളിൽ വന്നിരുന്നു. നമ്മൾ വിചാരിച്ചു നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ടിനെ വിളിക്കാം. വീട്ടിൽ വരാനല്ല, ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം സംസാരിക്കാം, അതാകുമ്പോൾ ഇതൊക്കെ മറക്കുമല്ലോ. അപ്പോൾ ദേവനദിയുടെ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ജനലിൽ നിന്ന് ഒരു വലിയ കാറ്റടിച്ചിട്ട് അവിടെ നിന്നൊരു ജ്യൂസ് കുടിച്ചിട്ട് വെച്ച ഗ്ലാസ് താഴെ വീണ് പൊട്ടി. മതിയായി നമുക്ക്. നമ്മൾ ഓജോ ബോർഡിൻ്റെ പേപ്പറും ക്യാൻഡിലും അത് ഉപയോഗിച്ച കോയിനും ഈ പൊട്ടിയ ഗ്ലാസ്സും എല്ലാം ഒരു പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് നമ്മൾ നമ്മുടെ സാധനങ്ങളും എടുത്ത് ഡോറും പൂട്ടി ഒരു ഒറ്റ ഓട്ടമാണ്. പോകുന്ന വഴി നമ്മൾ ആ ഫുൾ കവറെ എടുത്ത് എവിടെയോ കളഞ്ഞു. ആൻഡ് ആ ദിവസത്തെ ഒരു ഫോട്ടോ ഇപ്പോഴും എനിക്കുണ്ട്. എല്ലാം ഒരു കോയിൻസിഡൻസ് കോയിൻസിഡൻസ് ആണ്. പ്രേതമൊന്നും വന്നില്ല, എന്നാലും നല്ല പേടിച്ചു ആ ദിവസം. ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചെറുതായിട്ട് പേടിയാവും.